അസ്സലാമു അലൈക്കും. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈൻഡ്ഫുൾ മൊമെൻറ്റ്സ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം കേട്ടിട്ടുള്ളതാണ് സുഖമാണോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. അതിനൊക്കെ മിക്കവാറും നമ്മൾ നൽകുന്ന മറുപടി എന്തായിരിക്കും? അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു, വലിയ കുഴപ്പമില്ല, പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല, നേരം വെളുക്കുന്നു, ജോലി ചെയ്യുന്നു, രാത്രിയാവുന്നു, കിടന്നുറങ്ങുന്നു, വീണ്ടും നേരം വെളുക്കുന്നു, അങ്ങനെയൊക്കെ ആവും അല്ലേ? എനിക്ക് ചോദിക്കാനുള്ളത് നമ്മൾ വീട്ടമ്മമാരോടാണ്. ആർ യു ഹാപ്പി ടുഡേ? നിങ്ങൾ ഇന്ന് ഹാപ്പിയാണോ? അല്ലെങ്കിൽ ഇന്നലെ ഹാപ്പി ആയിരുന്നോ? നമുക്ക് ഓരോ ദിവസവും കുറച്ച് സന്തോഷങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലേ? എന്നാൽ അതിലുപരി നമ്മുടെയൊക്കെ മനസ്സിൽ വലിയൊരു യുദ്ധം നടക്കുന്നുണ്ട്. ചെയ്യാൻ കിടക്കുന്ന ജോലികൾ, ചെയ്ത് പകുതിയായ കാര്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ കരച്ചിൽ, പഠിത്തം, നാളത്തേക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കൽ, നാം ഉദ്ദേശിച്ച കാര്യങ്ങൾ കറക്റ്റ് ആവാത്തത്, നടുവേദന, കാലുവേദന, ചുരുക്കി പറഞ്ഞാൽ ആകെ മൊത്തം ടോട്ടൽ കുളമായൊരവസ്ഥയാണ്. ഒടുവിൽ ഒരു കാര്യം കൂടി വരും. ഇന്ന് ചെയ്യണമെന്ന് വിചാരിച്ചത് നടന്നില്ലല്ലോ, ഇനിയിപ്പോൾ നാളെ ചെയ്യാം, നാളത്തേക്ക് മാറ്റിവെക്കൽ. എന്നാൽ ഇതിൽ നിന്നൊക്കെ ഒരു മോചനം വേണ്ടേ? ഓരോ ദിവസവും നമുക്ക് ഹാപ്പി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചാൽ നല്ല രസമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ഓരോ ദിവസവും എങ്ങനെ നമ്മുടെ ജോലികൾ എൻജോയ് ചെയ്ത് ചെയ്യാമെന്നും അതിൽ നിന്ന് എങ്ങനെ സന്തോഷം കണ്ടെത്താം എന്നതിനെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ ദയവ് ചെയ്ത് എല്ലാവരും മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഞാൻ ഇതേ അവസ്ഥയിലായിരുന്ന സമയത്ത്, അതായത് ഒരുപാട് ജോലികൾ ഓടി നടന്ന് ചെയ്യും, പക്ഷേ ഒന്നും കംപ്ലീറ്റ് ആവില്ല, ജോലികളൊന്നും തീരാതെ ഒരു മടുപ്പ് തോന്നിയിരുന്ന അവസ്ഥയുണ്ടല്ലോ. ആ അവസ്ഥയിൽ എനിക്ക് പലയിടത്തു നിന്നായി എനിക്ക് കിട്ടിയ അറിവുകളിൽ നിന്ന് ഞാൻ പ്രാവർത്തികമാക്കിയതും എനിക്ക് വർക്കൗട്ട് ആയതുമായിട്ടുള്ള ടിപ്സാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണേ. അതിലൊന്നാമത്തെ കാര്യം, നമ്മുടെ വാല്യൂ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ശരിക്കും ഒരു വീട്ടമ്മ എന്ന് പറയുമ്പോൾ പുച്ഛം തോന്നേണ്ട ഒരു ജോലിയൊന്നുമല്ല. ഒരു ഓഫീസിലോ മറ്റ് സ്ഥാപനങ്ങളിലോ ഉയർന്ന കമ്പനിയിലോ ഒക്കെ ആളുകൾ ചെയ്യുന്ന ജോലി പോലെ നമ്മളും ചെയ്യുന്നത് ഒരു വർക്കാണെന്ന കാര്യം നാം തിരിച്ചറിയുക. നമ്മൾ തന്നെ ആദ്യം അതിന് വാല്യൂ നൽകുക. അല്ലാത്ത പക്ഷം നാം എത്ര ജോലികൾ കൃത്യമായി ചെയ്താലും അതിനെ വിലമതിക്കാൻ നമുക്കായില്ലെങ്കിൽ മറ്റാരും തന്നെ അതിന് വാല്യൂ നൽകില്ല. നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ വളരെ വലുതാണ് എന്നത് നാം തിരിച്ചറിയുക. രണ്ടാമത്തെ കാര്യം, ജോലികളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ നമ്മെ വളർത്തുന്ന അല്ലെങ്കിൽ നാം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ കൂടി അല്പസമയം വിനിയോഗിക്കുക. ഏതൊരു മനുഷ്യനും സന്തോഷം ലഭിക്കുന്നത് അവൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. വായിക്കാൻ ഇഷ്ടപ്പെടുന്നവർ ഡെയിലി ഒരു അരമണിക്കൂർ ഞാൻ വായിക്കും എന്ന് തീരുമാനിക്കുക. ചിലപ്പോൾ കുറച്ച് ജോലികളൊക്കെ പെൻഡിങ് ആവുമായിരിക്കാം. എന്നാൽ ഒരു അരമണിക്കൂർ പറ്റാത്തവർക്ക് ഒരു 10 മിനിറ്റെങ്കിലും നമ്മുടെ ഹോബിക്ക് വേണ്ടി കണ്ടെത്തുക. ഒരു അലാം സെറ്റ് ചെയ്താൽ മതി. അതായത് 10 മിനിറ്റ് ആകുമ്പോൾ നിർത്തിക്കോളൂ. നമുക്ക് വേണ്ടി നാം ചെയ്ത കാര്യമായതുകൊണ്ട് ഒരു നഷ്ടബോധം നമുക്കവിടെ ഉണ്ടാവില്ല. അങ്ങനെ നമ്മുടെ ജോലികളുടെ ഇടയിൽ നമുക്ക് വേണ്ടി കുറച്ച് സമയം ലഭിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമുക്കൊരു ഭാരമായൊന്നും തോന്നില്ല. മൂന്നാമത്തെ കാര്യം, നമ്മുടെ കഴിവുകൾ വളർത്തിയെടുക്കുക. അത് ഒരു വരുമാന മാർഗമാക്കി മാറ്റാൻ ശ്രമിക്കുക. ഹോബി ചെയ്യുന്ന കാര്യം മുകളിൽ പറഞ്ഞല്ലോ, അതിൽ തന്നെ നമ്മുടെ പല കഴിവുകളും കാണും. അത് നമ്മൾ വളർത്തിയെടുക്കുക. പലർക്കും നന്നായി സ്റ്റിച്ചിങ്, ഡിസൈനിങ്, കുക്കിങ്, ക്രാഫ്റ്റിങ്, മേക്കിങ്, റൈറ്റിംഗ്, ഇങ്ങനെ പല കഴിവുകളും കാണും. ചിലർക്ക് പഠിപ്പിക്കാനും മറ്റുള്ളവരുമായി സംസാരിക്കാനുമുള്ള കഴിവുകൾ കാണും. നാം സമയമില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ഡെയിലി ഒരു 10-15 മിനിറ്റ് ഒന്ന് പൊടി തട്ടിയെടുക്കാൻ ശ്രമിക്കുക. പുറത്തു പോയി പഠിക്കണമെന്നില്ല, നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഫോൺ മതി. പല കാര്യങ്ങളും നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. അതുമാത്രമല്ല, നാം ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ കഴിവുകൾ, അതെല്ലാം മറ്റുള്ളവരൊന്ന് കാണട്ടെ. എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്ത ക്രാഫ്റ്റ്, സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ്, കുക്ക് ചെയ്ത ഫുഡ്, ഡിസൈൻസ്, ഇതൊക്കെ നമ്മുടെ കഴിവല്ലേ? അതൊക്കെ ഒരു വാട്സപ്പ് സ്റ്റാറ്റസായിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റായിട്ടോ ഒക്കെ വെക്കുക. അപ്പോൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നോ അല്ലെങ്കിൽ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാവും എന്നൊന്നും ചിന്തിക്കാതിരിക്കുക. തുടർച്ചയായി നമ്മളിത് ചെയ്യുമ്പോൾ നമ്മുടെ കഴിവും ആത്മവിശ്വാസവും സംതൃപ്തിയും ഒക്കെ കൂടും. ഒരു കഴിവും എനിക്കില്ല എന്ന് ആരും കരുതരുത്. എല്ലാവർക്കും കഴിവുകളുണ്ട്. സ്വന്തം കഴിവുകളെ എങ്ങനെ കണ്ടെത്താം എന്നതിനെപ്പറ്റി ഇൻഷാ അല്ലാഹ് ഒരു വീഡിയോ ഞാൻ ചെയ്യാം. നാലാമത്തെ കാര്യം, ഒരു റുട്ടീൻ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അതായത് മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നാം നമ്മുടെ ഓരോ ദിവസവും പ്ലാൻ ചെയ്യേണ്ടതുണ്ട്.
ഒന്നുകിൽ കിടക്കുന്നതിന് മുന്നെയോ അല്ലെന്നുണ്ടെങ്കിൽ പിറ്റേന്ന് ഉണർന്ന ഉടനെയോ നമുക്ക് വേണ്ടി ഒരു പ്ലാൻ റെഡിയാക്കുക. ഓരോരുത്തർക്കും ഓരോ സാഹചര്യമായിരിക്കും അല്ലേ? നമ്മുടെ സാഹചര്യം അനുസരിച്ചുള്ള റുട്ടീൻ നാം ഫോളോ ചെയ്യുക. എല്ലാ ദിവസവും കൃത്യമായി ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല. ടെൻഷൻ ആവണ്ട, ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. പതുക്കെ പതുക്കെ നാം ട്രാക്കിലായിക്കോളും. ഇതുവരെ പ്ലാൻ ഒന്നും എഴുതിയിട്ടില്ലാത്തവർക്കും അറിയാത്തവർക്കും വേണ്ടി നാം ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അടുക്കി ഒരു ബുക്കിലേക്കോ ഡയറിയിലേക്കോ റുട്ടീൻ ഓർ പ്ലാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ തലയിലെ ഭാരം ഒന്ന് കുറയ്ക്കാൻ സഹായിക്കും. കാരണം അടുത്ത ജോലി എന്താണ് എന്ന് ചിന്തിച്ചിരിക്കുന്നതിന് പകരം നാം എഴുതിയത് നോക്കിയാൽ മതിയല്ലോ. ഇങ്ങനൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ കഴിവുകൾ വികസിപ്പിക്കാനും ഹോബി ചെയ്യാനും ഒക്കെ നമുക്ക് സമയം ധാരാളം ലഭിക്കും. 5ാമത്തെ കാര്യം, റെസ്റ്റ് എടുക്കുക. അതായത് എന്നും കുറച്ച് സമയം റെസ്റ്റ് എടുക്കുക. എത്ര ജോലി കിടന്നാലും ഒരല്പസമയം ഒന്ന് മാറി റെസ്റ്റ് എടുക്കുന്നത് നമുക്ക് വീണ്ടും നമ്മുടെ ജോലികളിലേക്ക് എനർജറ്റിക്കായി തിരിച്ചു വരാനും അത് ചെയ്തു തീർക്കാനും സഹായിക്കും. എക്സാമ്പിൾ, രാവിലെ നമ്മുടെ പാചകം കഴിഞ്ഞെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ കുട്ടികളെല്ലാം സ്കൂളിൽ പോയി കഴിഞ്ഞുള്ള ആ സമയമുണ്ടല്ലോ, കുറച്ച് സമയം വീണ്ടും അടുക്കളയിലേക്ക് ഓടുകയോ അല്ലെങ്കിൽ ക്ലീനിങ്ങിനായിട്ട് ഒരുങ്ങുകയോ ചെയ്യാതെ കുറച്ച് സമയം സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ പൂന്തോട്ടത്തിലോ ഒക്കെ വന്നൊന്ന് സൈലൻ്റ് ആയിട്ടിരിക്കുക. ഒരു ഗ്ലാസ് വെള്ളമോ ചായയോ ഒക്കെ കൂടെ കരുതാം. അങ്ങനെ ഇരുന്ന് ആകാശം നോക്കി ഇങ്ങനെ ഇരിക്കുക. പണ്ടൊക്കെ നമ്മളൊക്കെ കുട്ടികളായിരുന്ന സമയത്ത് നമ്മൾ ഓരോന്നും ഇങ്ങനെ നോക്കിക്കാണാൻ ഒരു കൗതുകം കാണിക്കാറില്ലേ? അതുപോലെ ഓരോന്നും നോക്കിക്കാണുക. അതായത് ആകാശം എന്ന് പറയുന്നത് എനിക്ക് എന്നും ഒരു അത്ഭുതമാണ്. നല്ല നീലാകാശത്തിലൂടെ വെളുത്ത മേഘങ്ങളുടെ ആ സഞ്ചാരം ഉണ്ടല്ലോ, ഇങ്ങനെ പതുക്കെ നീങ്ങിപ്പോകുന്നത്. അതിന് ഓരോരോ ഷേപ്പൊക്കെ ഇങ്ങനെ നമ്മൾ വിചാരിക്കാറില്ലായിരുന്നോ? ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുമായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയല്ലേ അത് കാണാൻ. ഇങ്ങനെ അല്പസമയം റെസ്റ്റ് എടുത്താൽ ബാക്കി ജോലികൾ നമുക്കൊരു ഭാരമായി തോന്നില്ല. നമ്മുടെ മനസ്സൊരു ഒരുപാട് ഫ്രീ ആയ പോലെ ഉള്ളൊരു ഫീലിംഗാണ് നമുക്കന്നേരം കിട്ടുന്നത്. വളരെ സന്തോഷത്തെ തന്നെ നമ്മുടെ ജോലികളെല്ലാം ചെയ്തു തീർക്കാൻ സാധിക്കും. ഇനി കുഞ്ഞു മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ അവരുമായി കുറച്ച് സമയം കളിക്കുക. ഒരു കുഞ്ഞിനെ പോലെ കളിക്കുക. അതും നമ്മുടെ മനസ്സിൻ്റെ ഒരു റെസ്റ്റ് തന്നെയാണ്. അടുത്ത കാര്യം എന്ന് പറയുന്നത് കണക്ഷൻ നിലനിർത്തുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ്, അതുപോലെ ക്ലോസ് റിലേറ്റീവ്സ്, ഇവരുമൊക്കെ ആയിട്ടുള്ള കണക്ഷൻസ് നിലനിർത്തുക. വല്ലപ്പോഴും ഒന്ന് വിളിക്കുക, അല്ലെങ്കിൽ മനസ്സ് തുറന്ന് സംസാരിക്കുക, തമാശ പറയുക. ഒരേ ഏജിലുള്ളവരൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് ഗ്രൂപ്പ് വീഡിയോ കോളൊക്കെ ചെയ്ത് സംസാരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും തമാശകളൊക്കെ പറയുക. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ലഭിക്കാനും ബന്ധങ്ങൾ നിലനിർത്താനും വളരെയധികം സഹായിക്കും. 7ാമത്തെ കാര്യം, സെൽഫ് കെയർ. വീട്ടിലുള്ള ജോലികളുടെ ഒക്കെ ഇടയിൽ നാം മറന്നു പോകുന്ന ഒരു കാര്യമാണ് സെൽഫ് കെയർ. നാം കുഞ്ഞുങ്ങളുടെയും വീട്ടിലുള്ള മറ്റംഗങ്ങളുടെയും ഒക്കെ കാര്യങ്ങൾ കൃത്യമായി തിരക്കുകയും ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യും. എന്നാൽ നമ്മുടെ കാര്യങ്ങൾ പിന്നത്തേക്ക് മാറ്റിവെക്കും. ഈ ഒരു പ്രവണത അത്ര നല്ലതല്ല. എന്നും എല്ലാ കാര്യങ്ങൾക്കും കൃത്യസമയം ഉണ്ടാവണം. നമ്മുടെ കാര്യങ്ങൾക്കും ആ സമയത്ത് നമുക്കായി എന്ത് ചെയ്യുമെന്ന് ഉദ്ദേശിച്ചോ അത് തന്നെ ചെയ്യുക. അതായത് ഡെയിലി എക്സസൈസ്. പ്രസവശേഷം നമ്മുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ടാവും. വയറ് ചാടിയിട്ടുണ്ടാവും, നടുവിനുള്ള ബുദ്ധിമുട്ട് കാണും, നമ്മുടെ പെൽവിക് റീജിയണിലൊക്കെയുള്ള മസിൽസൊക്കെ വീക്കായിട്ടുണ്ടാവും. അതിനുള്ള എക്സസൈസുകളൊക്കെ കൃത്യമായി ചെയ്യുക. അല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് വളരെ ദോഷകരമായി അത് ബാധിച്ചേക്കാം. അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്കുള്ള സമയം, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഹെയർ കെയർ, സ്കിൻ കെയർ എന്നിവയ്ക്കുള്ള സമയം, ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്കായി ഉണ്ടാവണം എന്നുള്ളതാണ്. ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, അതിനായി നാം ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ വീട്ടമ്മ എന്ന പോസ്റ്റിൽ ഒരിക്കലും നമുക്ക് മടുപ്പ് തോന്നില്ല. പകരം നാം അതിൽ അഭിമാനിക്കും. അപ്പോൾ നിങ്ങളും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.